ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർസസ്പെക്ഷൻ ആണ്. ഇറ്റ് ഈസ് ടെലസ്കോപ്പിംഗ് ഓഫ് ദി വൺ പേഴ്സൺ ടു അനദർ. അതായത് ഇൻഡസ്റ്റൈൻ്റെ ഒരു പാർട്ട് വേറെ ഒരു പാർട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നു. ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസ് വേറെ ഒരു പാർട്ടിക്കിൾസിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പാർട്ടിക്കിൾസിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു. ഇനിയും അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അബ്ഡോമിനൽ പെയിൻ, അതായത് ചൈൽഡ് വിൽ ഹാവ് സീവിയർ അബ്ഡോമിനൽ പെയിൻ, ബൈൽ സ്റ്റെയിൻഡ് ഫീക്കൽ emesis, then current jelly like stools, palpitation ചെയ്ത് നോക്കുമ്പോൾ sausage shaped and mass in upper right quadrant, vomiting of gastric content, ടെൻഡേഴ്സ് ആയിട്ടുള്ള അബ്ഡോമൻ, ഇതൊക്കെയാണ്. ഇനിയും ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി ഷുഡ് മോണിറ്റർ ദെയർ ഈസ് എനി സൈൻ ഓഫ് പെർഫറേഷൻ ഷോക്ക്, മോണിറ്റർ വൈറ്റൽ സയൻസ്, fever increase, heart rate increase, then sweating, blood values, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ ആൻറ്റിബയോട്ടിക്സ്, IV ഫ്ലൂയിഡ്സ്, ഇതൊക്കെ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കാനുള്ള ഡീകംപ്രഷൻ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മോണിറ്റർ ചെയ്യുക. റെസ്പിറേറ്ററി സിംറ്റംസ് അല്ലെങ്കിൽ കാർഡിയാക് സിംറ്റംസ് ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുക. അതായത് ഇൻഡസ്റ്റൈൻ പ്രൊലാപ്സ് റെഡ്യൂസ് ചെയ്യാനാണ് ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ. ഡയറ്ററി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേഷ്യൻറ്റിൻ്റെ മോണിറ്ററിങ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.